നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബ്രെക്സിറ്റ് കരാർ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദീർഘകാല നാശനഷ്ടമുണ്ടാക്കിയെന്ന് അറിയിച്ച ചാൻസലർ റേച്ചൽ റീവ്സ് അന്താരാഷ്ട്ര നാണയനിധിയുടെ പ്രധാന അന്താരാഷ്ട്ര സാമ്പത്തിക സമിതിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ചാൻസലർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. 2020 ബ്രെക്സിറ്റ് കരാർ യു കെയുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കിയ ദീർഘകാല നാശനഷ്ടങ്ങളെക്കുറിച്ച് ശക്തമായി പ്രതികരിക്കുകയായിരുന്നു അവർ. യു കെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയ രീതി യു കെയുടെ ഉത്പാദനക്ഷമതാ വെല്ലുവിളിയെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നുവെന്ന് ലോകത്തിലെ പ്രമുഖ ധനമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്ത സമിതിയിൽ ചാൻസലർ വെളിപ്പെടുത്തി. മുൻപ് ലേബർ പാർട്ടി ബ്രെക്സിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നതിൽ മടിച്ചിരുന്നതായാണ് കരുതപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ മാസം പാർട്ടിയുടെ സമ്മേളനത്തിന് ശേഷം മന്ത്രിമാർ ഈ വിഷയത്തിൽ കൂടുതൽ തുറന്നും ശക്തവുമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. G7, ചൈന, ഇന്ത്യ, യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ സെൻട്രൽ ബാങ്കുകൾ എന്നിവ ഉൾപ്പെടുന്ന ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ആഗോള സാമ്പത്തിക നയസമിതിയിൽ ഇത്തരമൊരു നിലപാട് തുറന്നു പറഞ്ഞത് യു കെയുടെ ആഭ്യന്തര നയതന്ത്രത്തിലുണ്ടായ പ്രധാന മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയും യു കെയും ആഴത്തിലുള്ള പങ്കാളിത്തത്തിന് സാധ്യതയുണ്ടെന്നറിയിച്ച് മുൻ യു കെ പ്രധാനമന്ത്രി ഋഷി സുനക് ഇന്ത്യയിൽ നടക്കുന്ന NDTV ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഋഷി സുനക്. പുതിയ ആശയങ്ങളും പുതിയ വ്യവസായങ്ങളും ഇന്ത്യയിൽ രൂപപ്പെടുമ്പോൾ യു കെയും ഇന്ത്യയും തമ്മിൽ ആഴത്തിലുള്ള പങ്കാളിത്തത്തിന് മികച്ച സാധ്യതകളുണ്ട് എന്നും ബിസിനസ്, ടെക്നോളജി, വിദ്യാഭ്യാസം എന്നിവയിൽ ഇന്ത്യയ്ക്കും യു കെയ്ക്കും ആഴത്തിലുള്ള പങ്കാളിത്തം സാധ്യമാണെന്നും ഋഷി സുനക് അഭിപ്രായപ്പെട്ടു. തന്റെ പഴയ സുഹൃത്തായ നരേന്ദ്രമോദിയെ കണ്ടതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ അടുത്ത ദശകങ്ങളിൽ രൂപപ്പെടുത്തുവാൻ പോകുന്ന വെല്ലുവിളികളെയും അവസരങ്ങളെയും കുറിച്ച് ഇരുവരും സംസാരിച്ചതായും ഋഷി സുനക് പറഞ്ഞു. GCSESന് ശേഷം വിദ്യാർത്ഥികൾക്കായി പുതിയ V-ലെവൽ കോഴ്സുകൾ കൊണ്ടുവരുന്നു. ഇംഗ്ലണ്ടിലെ വിദ്യാർത്ഥികൾക്കായി നിലവിലുള്ള കുഴപ്പമുള്ള യോഗ്യതാ സംവിധാനം ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ പുതിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ആരംഭിക്കുന്നത്. V-ലെവൽസ് എന്ന പേരിൽ 16 വയസ്സുകാരായ വിദ്യാർത്ഥികൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് ഈ കോഴ്സുകൾ. കൂടാതെ ഇവ നിലവിലെ ലെവൽ 3 ബിടെക്സ് ഉൾപ്പെടെയുള്ള പോസ്റ്റ് 16 ടെക്നിക്കൽ യോഗ്യതകളെ പകരം വയ്ക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. വൊക്കേഷണൽ കോഴ്സുകൾ അതായത് V-ലെവൽസ് അവതരിപ്പിക്കാൻ തീരുമാനിച്ചതായാണ് വിവരം. ഗണിതശാസ്ത്രത്തിനും ഇംഗ്ലീഷിനും GCSEയിൽ വീണ്ടും എഴുതുന്ന കൌമാരക്കാരുടെ എണ്ണം കുറയ്ക്കുവാനും ഈ ബദൽ യോഗ്യത അവതരിപ്പിക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. എന്നാൽ ബിടെക് വിദ്യാർത്ഥികൾ അവശേഷിപ്പിച്ച വിടവ് നികത്തുവാൻ V-ലെവലിന് സഹായിക്കില്ലെന്ന് 6th ഫോറം കോളേജസ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. ഇന്ന് ഉച്ചകഴിഞ്ഞ മന്ത്രിമാർ സർവകലാശാല ട്യൂഷൻ ഫീസ് ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. രാജ്യത്തെ സൈനിക താവളങ്ങൾക്ക് ഭീഷണിയാകുന്ന ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തുവാൻ സൈനികർക്ക് പുതിയ അധികാരങ്ങൾ നൽകുവാൻ ഒരുങ്ങിയ സർക്കാർ പദ്ധതികൾ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി ഇന്ന് അനാച്ഛാദനം ചെയ്യും. സൈനികർക്ക് വേഗത്തിലും നിർണായകവുമായ നടപടി സ്വീകരിക്കുവാൻ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. കഴിഞ്ഞ വർഷം US സേന ഉപയോഗിക്കുന്ന 4 ബ്രിട്ടീഷ് വ്യോമതാവളങ്ങളിൽ ഡ്രോണുകൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം സമീപ മാസങ്ങളിൽ യൂറോപ്പിലുടനീളം ഡ്രോണുകൾ നിരവധി തവണ വ്യോമാതിർത്തിയെ തടസ്സപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനാലാണ് പുതിയ അധികാരം സൈനികർക്ക് നൽകുവാനായി സർക്കാർ പദ്ധതിയിടുന്നത്. എന്നാൽ പുതിയ അധികാരങ്ങൾ നിലവിൽ സൈനിക കേന്ദ്രങ്ങൾക്ക് മാത്രമേ ബാധകമാകൂ. പക്ഷേ വ്യോമതാവളങ്ങൾ പോലെയുള്ള സിവിലിയൻ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുമെന്നാണ് സൂചന. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് തുടർച്ചയായ 3ാം തോൽവി. ഇംഗ്ലണ്ടിനെതിരെ 4 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ഇൻഡോർ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 289 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ ഇന്ത്യയ്ക്ക് നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 284 റൺസ് എടുക്കുവാനേ സാധിച്ചുള്ളൂ. സ്മൃതി മന്ദാന 88 ബോളിൽ 94 റൺസ് എടുത്തു. ഹർമൻപ്രീത് കൌർ, ദീപ്തി ശർമ്മ എന്നിവരുടെ പ്രകടനത്തിനും ഇന്ത്യയെ രക്ഷിക്കാൻ സാധിച്ചില്ല. ദീപ്തി 4 വിക്കറ്റുമായി ബൌളിംഗിലും ഇന്ത്യയിൽ തിളങ്ങി. നേരത്തെ ടോസ് നേടി ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ടിനെ ഹാർമീറ്റ് നൈറ്റിന്റെ സെഞ്ചുറിയാണ് മികച്ച സ്കോറിലേക്ക് നയിച്ചത്. ജയത്തോടെ ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ കടന്നു. ഇന്ത്യയുടെ നില കൂടുതൽ പരിഗണനയുമായി 5 മത്സരങ്ങളിൽ 2 ജയം മാത്രമുള്ള ഇന്ത്യയ്ക്ക് 4 പോയിന്റുമായി 4ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. 4 പോയിന്റുമായി 5ാമതുള്ള ന്യൂസിലാൻഡുമായിട്ടാണ് അടുത്ത നിർണായക മത്സരം ഇന്ത്യയ്ക്കുള്ളത്. യു കെ ഭദ്രാസനത്തിലെ സ്കോട്ട്ലൻഡ് ഇഡ്വിൻബർഗ് സെന്റ് ജോൺസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിൽ OVBS നടത്തപ്പെട്ടു.
വെള്ളിയാഴ്ച രാവിലെ ഇടവക അംഗവും ഗ്ലാസ്ഗോ സെന്റ് ഗ്രിഗറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ വികാരിയുമായിരിക്കുന്ന റവറന്റ് ഫാദർ ബിനിൻ രാജ് ഈ വർഷത്തെ OVPS തിരിതെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സൺഡേ സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ജെയിംസ് ബിനിൻ, OVPS കോർഡിനേറ്റർ സിബിൽ ബമൻ, ഇടവകയുടെ ട്രസ്റ്റി ജെയ്സൺ, സെക്രട്ടറി അഡ്വക്കേറ്റ് ഷോബിൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രണ്ടാം ദിവസമായ ശനിയാഴ്ച വികാരി റവറന്റ് ഫാദർ വർഗീസ് അച്ഛന്റെ നേതൃത്വത്തിൽ ഗാനപരിശീലനവും മെഡിറ്റേഷൻ ക്ലാസ്, ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് എന്നിവയും നടത്തുകയുണ്ടായി. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ വികാരി റവറന്റ് ഫാദർ വർഗീസ് അച്ഛന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് OVPS റാലിയും കലാവിരുന്നും നടന്നു. യുകെയിൽ സ്ത്രീക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ 29-കാരനായ മലയാളി അറസ്റ്റിൽ. യുകെയിലെ സമർസെറ്റ് ടോണ്ടനിലാണ് തിരുവനന്തപുരം സ്വദേശിയായ മനോജ് ചിന്താതിര എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ടോണ്ടനിലെ വിക്ടോറിയ പാർക്കിൽ ഒക്ടോബർ 11-നായിരുന്നു ലൈംഗിക അതിക്രമം നടന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതിയെ നോർത്ത് സോമർസെറ്റ് കോടതിയിൽ ഹാജരാക്കി. സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പീഡന കുറ്റവും ഉൾപ്പെടെ 2 കേസുകളാണ് ചുമത്തിയിട്ടുള്ളത്. കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ വിചാരണ നവംബർ 14-ന് നടക്കും. നിരവധി കേസുകളിൽ പ്രതിയായ കൊടും ക്രിമിനൽ കൊടുമരം ജോസ് പിടിയിൽ. കൊലപാതകവും കവർച്ചയുമടക്കം 20-ലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജോസിനെ എറണാകുളം നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് യുവാവിനെ മർദ്ദിച്ച് അവശനാക്കി റെയിൽവേ ട്രാക്കിൽ തള്ളിയ ശേഷം കവർച്ച നടത്തിയ കേസിലാണ് ജോസിനെ പിടികൂടിയിട്ടുള്ളത്. സംഭവത്തിൽ ഇയാൾക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് പ്രതിയെ എറണാകുളം നോർത്ത് പോലീസ് പിടികൂടുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.